കൊച്ചി സീറ്റിൽ കോൺഗ്രസിൽ പോസ്റ്റർ പോരാണ്. പോസ്റ്റർ പ്രിന്റ് ചെയ്ത ദീപ്തി മേരി വർഗീസ് അനുയായികൾ. ഇനി കൊച്ചിയിൽ സർവം ദീപ്തം എന്ന പേരിലാണ് പോസ്റ്റർ. കൊച്ചി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി എന്ന് പോസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേർന്നു. വിപിൻ, അത് ഷിയാസിന്റെ പ്രചരണത്തിന് മറുപടി പോസ്റ്റർ എന്നുള്ള നിലയ്ക്കാണോ, അതോ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അടുത്ത പൊട്ടിത്തെറിക്കുള്ള മരുന്നാണോ ആയിരിക്കുന്നത്? വിപിൻ, ആഷ്മി, അടുത്ത നിമിഷത്തിൽ, അതായത് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ വലിയ രീതിയിലുള്ള ഒരു പരസ്യ പ്രതികരണം തന്നെ ഉണ്ടാകുമെന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കൊച്ചി സീറ്റിനെ സംബന്ധിച്ച തർക്കം അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്റർ യുദ്ധം കാണിക്കുന്നത്. കാരണം ഫോർട്ട് കൊച്ചിയിലുള്ള പ്രവർത്തകരുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഉൾപ്പെടെയാണ് മുഹമ്മദ് ഷിയാസിനെ 4 മണിക്ക് അവിടെ BOT പാലത്തിന് സമീപം വെച്ച് ഒരു സ്വീകരണം നൽകുന്നു, തുറന്ന ജീപ്പിൽ സ്വീകരണം നൽകുന്നു, കൊച്ചിയിലേക്ക് സ്വാഗതം എന്നുള്ള പോസ്റ്റർ വ്യാപകമായി തന്നെ പ്രചരിച്ചത്. അതിന് മറുപടി എന്നോണം ഇപ്പോൾ ഇതാ പോസ്റ്റർ അടിച്ചതിൻ്റെ, അതായത് ചുമരിൽ ഒട്ടിക്കുന്നതിനുള്ള പോസ്റ്റർ അടിക്കുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് അത് ദീപ്തി മേരി വർഗീസിന്റെ ക്യാമ്പിൽ നിന്നാണ്. അനുയായികൾ അതിൽ സർവം ദീപ്തം കൊച്ചിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ 2 പേരുടെ പേരിൽ ഇപ്പോൾ പോസ്റ്ററുകൾ പ്രചരിക്കുകയാണ്. പോസ്റ്ററുകൾ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. UDFന്റെ കൊച്ചി നിയോജക മണ്ഡലം ആർക്ക് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും അതിരൂക്ഷമായ തർക്കം നടക്കുകയാണ്. KC ക്യാമ്പ് അത് ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് തള്ളപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കൊച്ചി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത് വളരെ പ്രധാനമായി തന്നെ KC ഗ്രൂപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ DCC അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസിനു വേണ്ടി ആ സീറ്റിൽ വളരെ രീതിയിലുള്ളൊരു സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ നേതാക്കൾ തമ്മിൽ ഇപ്പോഴും ഒരു അനുയായത്തിലേക്ക് എത്തിയിട്ടില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ പോസ്റ്റർ യുദ്ധത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. 2 കൂട്ടരുടെയും പ്രവർത്തകർ ഇപ്പോൾ ആ പോസ്റ്ററുകൾ ഒക്കെ തന്നെ പ്രചരിപ്പിക്കുന്ന തിരക്കിൽ കൂടിയാണ്. ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വലിയ രീതിയിലുള്ള ഒരു പോരിലേക്ക് മാറാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. അതിൽ ദീപ്തി മേരി വർഗീസ് KC വേണുഗോപാലിന് താല്പര്യമുള്ള നോമിനിയാണ്. ഷിയാസ് VD സതീശന്റെ ഉറ്റ അനുയായിയും വളരെ അടുത്ത നേതാവും, ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ ശരീരഭാഷ പോലും ഉള്ള നേതാവാണ് മുഹമ്മദ് ഷിയാസ്. അപ്പോൾ മാത്രമല്ല, ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കിട്ടാനുള്ള ചെയർമാൻ സ്ഥാനം മാറ്റാൻ ദീപ്തിക്ക് ചില ഉറപ്പുകൾ കൊടുത്തിരുന്നു എന്ന് ദീപ്തി തന്നെ തുറന്നു പറയുന്ന സാഹചര്യമുണ്ട്. കൊച്ചി അവിടെ ഷിയാസ് പരസ്യം നടത്തിയാലും ഷിയാസിന് അനുകൂലികൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാനിടയുണ്ട്. അപ്പോൾ കൊച്ചിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കണം ഉറപ്പായും. വിപിൻ, അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ തൃക്കാക്കര സീറ്റിലേക്ക് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു എന്നുള്ളതൊക്കെ കേട്ടിരുന്നു. ഉമാ തോമസിനെ അനാരോഗ്യം കാരണം മാറ്റുകയാണെങ്കിൽ അവിടെ ദീപ്തി മേരി വർഗീസ് എന്നൊക്കെ കേട്ടിരുന്നു. അത് പിന്നീട് കളമശ്ശേരി സീറ്റും കൊച്ചി സീറ്റും തമ്മിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ വെച്ചുമാറാമെന്നുള്ള ഇതിലേക്ക് ആദ്യഘട്ടത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. പിന്നീട് അതുണ്ടായതുമില്ല. എന്നാൽ ഇപ്പോൾ കൊച്ചിയിൽ അങ്ങനെ 2 പേരുകൾ, അതായത് ആരായിരിക്കും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ തന്നെ നടന്നിരുന്നു. ദീപ്തി മേരി വർഗീസ് ഇതിനിടയ്ക്ക് കൊച്ചിയിൽ പോവുകയും ഡൽഹിയിലേക്ക് പോവുകയും അവിടെ ചർച്ച നടത്തുകയൊക്കെ ചെയ്തതാണ്. ആ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ക്യാമ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ പെരുമ്പാവൂരിലേക്ക് മുഹമ്മദ് ഷിയാസിനെ എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിക്കായിട്ട് അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഗ്രൂപ്പും അവിടെ ഒരു ശ്രമം. എൽദോസ് കുന്നപ്പള്ളി ഇപ്പോൾ ഡൽഹിയിലുണ്ട്. മുട്ടാവുന്ന വാതിലൊക്കെ മുട്ടി എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ എൽദോസ് കുന്നപ്പള്ളി വഞ്ചകി നിനക്കെന്ത് കൊഞ്ചലാണ് ഇപ്പോഴും എന്നൊക്കെ മഹാകാവ്യം രചിച്ചിട്ടുള്ള ആളാണ്. വഞ്ചന അരുതേ എന്ന് ഹൈക്കമാൻഡോട് പറയുമെന്ന് അറിയില്ല. അങ്ങനെ കരളെ പിളർക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയുടെ കാവ്യശകലങ്ങൾ ഹൈക്കമാൻഡ് മുഖവിലേക്ക് എടുക്കുമെന്നും അറിയില്ല. എന്തായാലും എൽദോസ് കുന്നപ്പള്ളിക്ക് ഇപ്പോഴും പെരുമ്പാവൂരിൽ വലിയ പ്രതീക്ഷയാണ്. ക്യാമ്പ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് ഡൽഹിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.